എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 28-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സംഖ്യാപുസ്തകം 28-ന്റെ 1 മുതൽ 9 വരെ. ആരംഭ ഭാഗം ഇങ്ങനെയാണ്: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. 2 നിയമങ്ങളുടെ സംഗമമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒന്ന് സീനായ് മലയുടെ ഉച്ചിയിൽ നിന്നും, മറ്റൊന്ന് കാൽവറിയിലെ കുരിശിൽ നിന്നും. അടിമപ്പണി ചെയ്ത് വിദേശത്തായിരുന്ന തൻ്റെ ജനത്തെ പേര് ചൊല്ലി വിളിച്ച്, ഇസ്രായേൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രൻ, എൻ്റെ വത്സലപുത്രനെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിട്ടയക്കണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു. ഇത് ഫറവോനുള്ള കൽപ്പനയാണ്. കരുണാമയനായ ദൈവം വിടുതൽ പ്രാപിച്ച ആളുകളെ അവർ യാത്ര ചെയ്ത ഇടങ്ങളിൽ അനുധാവനം ചെയ്തു. തന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ അവർ പെട്ടെന്ന് ഒരു കൂടാരം ചമച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഒന്നൊന്നൊഴിയാതെ അവർ അതിൽ നിവർത്തിച്ചു. കർമ്മങ്ങളെല്ലാം കൂടാരത്തിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ നിർവഹിച്ചു. അതിന് വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും ഒക്കെ പേരിട്ടു. അതിനെ കട്ടികൂടിയ തിരശ്ശീലകളാൽ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അതിൻ്റെ വെളിയിലാണ് ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾ ആശീർവാദം കാത്ത് നിന്നിരുന്നത്. ഇതിനുള്ള ചെലവുകൾ ഓരോ പ്രായപൂർത്തിയായ പൗരനും നൽകുന്ന 1/2 ശേക്കൽ വെള്ളിയാണ്. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ് വില. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ അത് നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. അനേകർക്ക് വേണ്ടി സ്വജീവൻ മറുവിലയായി നൽകാൻ വേണ്ടിയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു: മോചന ദ്രവ്യവുമായി വന്നെത്തിയ കർത്താവിനോടും ജനം ഈ വീണ്ടെടുപ്പ് വില വാങ്ങുന്നുണ്ട്. അവർ കവർന്നഹൂമിലായിരുന്നപ്പോൾ ദേവാലയ പിരിവുകാർ പത്രോസുമായി സംവദിക്കുന്നു. നിങ്ങളുടെ ഗുരു വീണ്ടെടുപ്പ് വിലയായ ദ്വിദ്രിഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഇതറിഞ്ഞ കർത്താവ് ഒരു അത്ഭുത നിവൃത്തിയിലൂടെ ഈ തുക കൊടുക്കുന്നതിനായി ശ്രമിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. മത്തായി 17-ാം അധ്യായത്തിൽ പാപത്തിൽ കുപ്പ് കുത്തുന്ന മനുഷ്യൻ എങ്ങനെയാണ് സ്വതന്ത്രർ ആകേണ്ടത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. പാപത്തിൻ്റെ നീരാളി പിടുത്തത്തിൽ നിന്നും തൻ്റെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മനുഷ്യരോടൊത്ത് വസിക്കുന്ന ദൈവമാണ് ഇമ്മാനുവൽ. ആ ആഗ്രഹം സാത്താൻ ആദ്യം തന്നെ ഭേദിച്ചു. സാത്താൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച മനുഷ്യൻ അവൻ്റെ അടിമയായി. അങ്ങനെ അവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിബന്ധിച്ചുപോയി. ജനത്തിൻ്റെ പാപം പുത്രനായ ദൈവം സ്വയം ഏറ്റെടുത്തു. സാത്താൻ്റെ പിടിയിൽ നിന്നും വിടുവിക്കാൻ സ്വന്തം ജീവൻ നൽകി കുരിശിൽ യാഗമായി. നമ്മുടെ കർത്താവിൻ്റെ സഹനത്തിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും നമ്മുടെ രക്ഷ സംജാതമായി. ഉപാധികളൊന്നുമില്ലാതെ
ധാരാളമായി ചൊരിഞ്ഞ ദൈവകൃപയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മോചന ദ്രവ്യം ദൈവം നൽകിയാണ് നമ്മെ വീണ്ടെടുത്തത്. ആ മോചന ദ്രവ്യം കർത്താവിൻ്റെ ജീവനും രക്തവുമാണ്. ക്രൂശിലൂടെ നമുക്ക് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിനായി കർത്താവ് ചൊരിഞ്ഞ് നൽകിയ വിലയേറിയ മോചന ദ്രവ്യത്തെ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പൂർണ്ണമായും കർത്താവിൻ്റെ നൊമ്പരങ്ങളോട് അനുരൂപരായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അകറ്റി നിർത്താവുന്ന, മാറ്റി നിർത്തേണ്ടുന്ന എല്ലാ ഘടനകളോടും അകലം പാലിക്കാൻ ഇടയാകണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലെ വിശുദ്ധനിദ്രയ്ക്കായും വിശ്രമത്തിനായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പുതിയ ദിനത്തിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവനെ നൽകി രക്തം ചീന്തി ഞങ്ങൾക്ക് വേണ്ടി മോചന ദ്രവ്യം പകർന്നു നൽകിയ കർത്താവിനെ ഓർക്കാനും അങ്ങയെ ധ്യാനിപ്പാനും അതിനോട് അനുരൂപരാകുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ നന്മകൾ നൽകുകയും ആലോചന പകരുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനമ്പുരാന്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് പുതിയ വർഷത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.